ഇപ്പഴാ എനിക്കൊരു സമാധാനായത് എൻ്റെ ജാസ്മിയേ. ഇത് കഴിഞ്ഞു കിട്ടും വരെ മനസ്സിൽ തീയായിരുന്നു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. കാര്യം അവള് കല്യാണത്തിന് സമ്മതിക്കുകയൊക്കെ ചെയ്തു. എന്നാലും മനസ്സറിഞ്ഞൊന്ന് സന്തോഷിക്കാൻ പറ്റണ്ടേന്ന്. എന്താവോ ഏതാവോ പറഞ്ഞിട്ട് എനിക്ക് എന്തോ അവളുടെ മോൻ കണ്ടിട്ട് സങ്കടം തോന്നുക ചെയ്ത്. മണ്ഡപത്തിലൊക്കെ ഇരിക്കുമ്പോഴേ ഒരു കല്യാണ പെണ്ണ് ഉണ്ടാകേണ്ട സന്തോഷമൊന്നും അവളുടെ മുഖത്ത് ഉണ്ടായിരുന്നില്ല. വീട്ടുകാരനെ ഒന്ന് സങ്കടപ്പെടുത്തണ്ടാവുക പറഞ്ഞിട്ടേ മനസ്സില്ലാ മനസ്സോട് സമ്മതിച്ചതായിരിക്കും അവൾ ഈ കല്യാണത്തിന്. പാവം. നീ എന്താ ജാസ്മി ഇപ്പം ഇങ്ങനെയൊക്കെ പറയണേ? അവളെ നല്ലതിന് വേണ്ടിയിട്ടല്ലേ നമ്മളിതൊക്കെ ചെയ്ത്. ആ, ശരി തന്നെയാണ്. നമ്മുടെ ഭാഗം നോക്കുമ്പോൾ ഒക്കെ ശരി തന്നെയായിരിക്കും. എന്നാലും നിങ്ങൾക്ക് അളിയൻ്റെ അടുത്തെങ്കിലും പറയായിരുന്നേ അവൾക്ക് ഇങ്ങനെ ഒരു ഇഷ്ടമുണ്ടെന്നേ. അളിയനെ അറിയുമ്പോൾ എന്താ പറയാൻ നമുക്കൊന്നും അറിയായിരുന്നു. നീയൊന്നും മിണ്ടാണ്ടിരുന്ന. മൂപ്പരിത് അറിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എത്ര പാടുപെട്ടു എന്ന് പറ്റുന്ന നിനക്കറിയോ? അറിഞ്ഞു പറഞ്ഞ ഇവിടെ എന്തൊക്കെ നടക്കുക പേടിച്ചിട്ട്. മൂപ്പര് വന്ന സമയത്ത് അവൾ ഈ മൂകത പിടിച്ചും കൊണ്ടുള്ള ഇരുത്തം തന്നെയായിരുന്നു. എന്നിട്ട് അവരെൻ്റെ അടുത്ത് ചോദിക്കുകയും ചെയ്തേ, എന്താ ഫസ്നാക്ക് പറ്റി, എന്താ മുഖമൊക്കെ വല്ലാണ്ടിരിക്കണെന്ന്. ഞാനിപ്പോൾ എന്ത് പറഞ്ഞു എന്നറിയോ? കല്യാണമായില്ലേ, അതിൻ്റെ ടെൻഷനായിരിക്കും, ഈ വീടും നമ്മളെയൊക്കെ വിട്ടുമാറി നിൽക്കണേൻ്റെ സങ്കടമായിരിക്കും പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞ് ഒഴിവാക്കുക ചെയ്ത്. അല്ലാണ്ട് മകളുടെ കല്യാണം ആർഭാടായിട്ട് നടത്താൻ വേണ്ടിയിട്ട് ലീവിന് വന്ന് നിൽക്കുന്ന ആളുടെ അടുത്തേ മകൾക്ക് വേറൊരാളുടെ ഇഷ്ടമാണത്രേ, ഈ കല്യാണം വേണ്ടാത്രന്നൊക്കെ പറയാൻ പറ്റുമോ? എന്താ ജാസ്മിൻ ഈ ഒരു കൂട്ടം കൂടുകയാണ്. ആ, ഇനിയിപ്പോൾ എന്തോ ആവട്ടെ, ഒക്കെ കഴിഞ്ഞില്ലേ, ഇനിയൊക്കെ ശരിയാവുമെന്ന് വിചാരിക്കുക. ആ, പിന്നെ ശരിയാകാണ്ട് ആകെ കുറയുമ്പോൾ ശരിയാവുമെന്ന്. അല്ലാണ്ട് ഇപ്പോൾ കാലാകാലം തന്നെ ആലോചിച്ചും കൊണ്ടിരിക്കുക അവള്. ആകെ കുറച്ചാകുമ്പോൾ മറക്കുന്നു. എന്നിട്ടിപ്പോൾ ഇന്ന് തന്നെ നീ അങ്ങോട്ട് പോവുകയാണ്. 2 ദിവസം കഴിഞ്ഞിട്ട് പോയാൽ പോരെ നിനക്ക്? ഇല്ല എന്നും പോട്ടെ. ഇനി എന്താ നിൽക്കണ്? കുട്ടികളുടെ സ്കൂൾ മദ്രസയൊക്കെ പോയില്ലേ? ആ, ഇനിയിപ്പോൾ കുറച്ച് ദിവസം വീടൊക്കെ ഉറങ്ങിക്കൊണ്ടുണ്ടാവില്ലേ പെണ്ണില്ലാണ്ട്. ഒക്കെ ഒന്ന് ശരിയായി വരാണ്ട്. ആ, അതൊക്കെ 2 ദിവസം കഴിയുമ്പോൾ ശരിയാവുമെന്ന്. പിന്നെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ അളിയനും ഉണ്ടല്ലോ ഇവിടെ. അളിയനും കൂടി പോയാലേ നിങ്ങൾ ആകെ ഇടങ്ങറാകുക. ആ, മൂപ്പര് ഇപ്പോൾ 10-15 ദിവസം കഴിഞ്ഞാൽ പോയില്ലേ. അത് കഴിഞ്ഞാൽ പിന്നെ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കണം ഞാനിവിടെ. അതൊക്കെ അങ്ങനെ കഴിഞ്ഞു പോകുന്നു. പിന്നെ ഇടയ്ക്കും തലയ്ക്ക് നിങ്ങൾ അവിടെ വന്ന് നിൽക്കേ. അങ്ങോട്ട് വരാൻ നിങ്ങൾക്ക് ഒഴിവും സമയം നോക്കേണ്ട ആവശ്യമില്ലല്ലോ. അവിടെ വന്നിട്ട് ഒരാഴ്ചയെ 10 ദിവസമൊക്കെ വന്ന് നിൽക്കേ. നോക്കി ഇനി വർത്താനം പറഞ്ഞിരുന്നാൽ പറ്റില്ല കേട്ടോളേ. ഞാൻ പോകാനുള്ളതൊക്കെ ഒരുക്കി വെക്കാൻ നോക്കട്ടെ. അതോ ഞാൻ അവിടെ പോയാലാണ് ആദ്യം കൂടിയിരിക്കുമ്പോഴുള്ള പണികൾ ഉണ്ടാവും. അങ്ങനെ അടച്ചു പൂട്ടിയിട്ട് വന്നതല്ലേ, 4 ദിവസം അതിൽ വന്നിട്ടും. ആലോചിക്കുമ്പോൾ തന്നെ ഭ്രാന്ത് പിടിക്കണം എനിക്ക്. ഉമ്മ എവിടെയാണാവോ അല്ലേ? ഉമ്മക്ക് വരേണ്ട കൂട്ടൊന്നും ഇല്ലേണാവോ? ഉമ്മ എന്താ അത്? പൂവൊന്നും വേണ്ടേ? ഇവിടെ തന്നെ ഇരിക്കുക? ആ, എന്താ പിന്നെ പോകാണ്ട്? നിങ്ങളൊന്നും ഇല്ലാണ്ട് എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ പറ്റുമോ? എന്താ ഇപ്പൊ തിരക്ക് പിടിച്ച് നിങ്ങൾക്ക് അങ്ങോട്ട് വരാണ്ട്? ഇവിടെ 2 ദിവസം മകളുടെ കൂടി ഇരുന്നു ഇവിടെ അപ്പോ. ഏ, 2 ദിവസവും ഇല്ല 4 ദിവസവും ഇല്ല. ഞാൻ ഇന്നലെ നിങ്ങളുടെ കൂടെ അങ്ങോട്ട് വരികയാണ്. അവള് കേൾക്കണ്ട നീ പറയണത്. എന്നാ പിന്നെ അവൾ അതിൽ തന്നെ പിടിക്കും. എന്നാ മാറ്റിക്കോളി. ആ ഷെമീറിന്റെ വണ്ടി വിളിച്ചിട്ടേ അതിൽ പോവുക. മാറ്റി കഴിഞ്ഞിട്ട് വിളിക്കാവനെ. ആ, എനിക്കിപ്പോ എന്താ മാറ്റാനുള്ളത്? ഈ കുപ്പായപ്പ് കുളിച്ചിട്ട് മാറ്റിയതാണ്. ഈ തട്ടം മുണ്ടും ഒന്ന് മാറ്റണം. നിങ്ങൾക്കല്ലേ ഒരുങ്ങാൻ സമയം വേണ്ട. നിങ്ങളുടെയൊക്കെ ഒരുങ്ങിയിട്ട് വിളിച്ചോളി. ഉം ഉമ്മ എന്നിട്ട് നിക്കണില്ല അല്ലേ? ആ, ഉമ്മ നിക്കേ. നന്നായി എന്നാ. എന്നെക്കാട്ടിലും തിരക്ക് കൂടുതൽ ഉമ്മാക്കാണ് പോകാന്. ഉമ്മാക്ക് 2 കോഴിയുണ്ട് അവിടെ. ഇത്ര ദിവസം തന്നെ നിന്നത് ആരോ പറഞ്ഞ പോലെ ഇരിക്കും. മനസ്സ് മുഴുവൻ കോഴീൻ്റെ അടുത്തായിരിക്കും. ആ, പിന്നല്ലാണ്ട് അതുകൾക്ക് നേരത്തിന് തിന്നാൻ കൊടുക്കും, കൂട്ടിന് മുളയ്ക്കൊക്കെ വേണ്ടേ. പോരാത്തതിന് 3-4 കുട്ടികളും വിരിച്ചിറങ്ങിയിട്ടുണ്ടേ. ഈ 3-4 ദിവസം തന്നെ ഞാൻ അപ്പുറത്ത് ആ സൂറാൻ്റെ അടുത്ത് പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് വരിക ചെയ്ത്. അതിന് ഇവള് പോകണ്ടല്ലോ അങ്ങട്. അവള് നോക്കില്ലേ? ആ, നോക്കിയത് തന്നെ അവള്. ഇവളുടെ അടുക്കള പണിയേ ഒരുങ്ങിയ നേരം ഉണ്ടാവില്ല. പിന്നെയല്ലേ കോഴികളിനെ നോക്കണ്. ആ വിരിച്ചിറങ്ങിയ കോഴികളിനൊക്കെ പിന്നാലെ നടന്ന് നോക്കണം. അല്ലെങ്കിൽ വല്ല കാക്കയോ പരുന്തോ ഒക്കെ പിടിച്ചിട്ട് പോകും. എത്ര ദിവസം ഞാൻ ആ സൂറാൻ്റെ അടുത്തേ അരിയൊക്കെ കൂട്ടി തന്നെ ഇട്ട് കൊടുത്താൽ മതി, പുറത്തേക്കൊന്നും വിടണ്ട പറഞ്ഞിട്ടാ വന്നിക്കണ്. ഞാനേ പൊന്നോ പൊടിയോ പോലെ നോക്കി വളർത്തണത് അതുകളിനെ. പോകാണ്ടിരുന്നാൽ ശരിയാവില്ല. നിങ്ങക്ക് പറയേ വേണ്ടുള്ളൂ. ഞാൻ പോകാൻ നോക്കട്ടെ, നീ അങ്ങട് വാ. നിനക്ക് വേറെ കൈക്കോട്ടും കാൽക്കോട്ടൊന്നും ഇല്ലല്ലോ. ആ, നോക്കട്ടെ, ഒഴുപോലെ വരാം. ആ, ഒഴുപോലെ വാ. ശരി താത്തന്നാ പോട്ടെ. ആ, ശരി. കല്യാണമൊക്കെ നല്ല ഉഷാറായിട്ട് കഴിഞ്ഞൂലേന്നോ?
എല്ലാരും ഇങ്ങനെ പറഞ്ഞായിരുന്നേ നല്ല ഗംഭീര കല്യാണായിരുന്നു, വിധം വിധം ഭക്ഷണമൊക്കെ ഉണ്ടായിരുന്നുന്ന്. ഓ, ആ തിരക്കൊക്കെ അങ്ങോട്ട് കഴിഞ്ഞു. ഒക്കെ അവൻ തന്നെ ഏർപ്പാടാക്കിയത്. അവനും അവന്റെ ചങ്ങായിമാരൊക്കെ കൂടിയിട്ടേ ഒന്നും അറിഞ്ഞിട്ട് തന്നെ ഇല്ല. ആ, നിനക്ക് എന്നാലും അവിടുത്തെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരത്തെ റിസപ്ഷനെങ്കിലും ഇങ്ങോട്ട് വരായിരുന്നോ? നല്ല ആളാണ്. എങ്ങനെയൊന്നും വരുന്നു? അവിടെ ഈ പറയും പോലെ വിരുന്നും മരുന്നൊക്കെ ഉണ്ടായിരുന്നേ. വൈകുന്നേരത്തെ ചെക്കന്റെ വീട്ടിലേക്ക് പോവുകയായിരുന്നോ? അതിനൊക്കെ പോകാണ്ടിരിക്കാൻ പറ്റുമോ? കുടുംബമായി പോയില്ലേ? എന്നാലും ഞാൻ വന്ന പാട് ഇങ്ങോട്ട് വന്നില്ലേന്നോ. വീട്ടിൽ കയറിയിട്ട് ദാ സാരിയും കൂടി മാറ്റാൻ നിന്നിട്ടില്ല. നേരെ ഇങ്ങോട്ട് വരിക ചെയ്ത്. ഇവിടെ നിന്നിട്ട് നിങ്ങളുടെ മരുമകള് വിളിക്കേ. അവളതാ റൂമിലുണ്ട്. ഞാൻ വിളിക്ക. ഞാൻ അങ്ങോട്ട് പോയി കാണണോ? അവളിങ്ങോട്ട് വരുവേ. ഇത്ര നേരം അവൾ എൻ്റെ കൂടെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നോ? അപ്പൊ അങ്ങോട്ട് റൂമിലേക്ക് പോയതാണ്. ഫസ്ന, ഒന്നുമില്ല. ഇവൾക്ക് നിന്നെ ഒന്ന് കാണണം പറഞ്ഞിട്ടേ. എനിക്ക് കല്യാണത്തിനൊന്നും വരാൻ പറ്റിയില്ലേ. ഇവിടുത്തെ കല്യാണത്തിന്റെ അന്ന് എൻ്റെ ആങ്ങളുടെ മകളുടെ കല്യാണമായിരുന്നു. രണ്ടും ഒരു ദിവസം കൊണ്ട് ഇവിടുത്തെ ഒരു കാര്യത്തിനും കൂടാൻ പറ്റിയില്ല എനിക്ക്. അപ്പൊ നിന്നെയും കണ്ട് വരാത്തതിന്റെ പരിഭവം തീർക്കാൻ വേണ്ടി വന്നിക്കേ അവള്. ഒന്ന് പോയിരുന്നു അവിടുന്ന്. ഇനിയിപ്പോ എന്താ, ദിവസം നേരം പോലത്തെ കാണുന്ന ആൾക്കാർ തന്നെയല്ലേ നമ്മള്. എൻ്റെ വീട് ദാ അവിടെ അടുത്ത് തന്നെ കുട്ടിയെ. ദിവസം പണി ഒരുങ്ങി പറഞ്ഞാൽ ഞാൻ ഇങ്ങോട്ട് വരും മനത്തെ കൂട്ടം കൂടി ഇരിക്കാന്. നീ എന്നെ അഥവാ കണ്ടില്ല പറഞ്ഞ അമ്മ അങ്ങോട്ട് വരും, എന്താ കാണാത്തത് പറഞ്ഞിട്ട്. ഇനിയിപ്പോ വല്ലാണ്ടൊന്നും ഉമ്മാനെ അങ്ങോട്ട് പ്രതീക്ഷിക്കണ്ട അല്ലേ. മരുമകളിനെ ഒറ്റയ്ക്കാക്കിയിട്ട് ഇപ്പൊ എൻ്റെ അടുത്ത് വർത്താനം പറഞ്ഞിരിക്കാൻ വരും ഇപ്പൊ നിങ്ങള്. എന്താ അത് കണ്ണും മുഖമൊക്കെ വല്ലാണ്ടിരിക്കണ്? എന്തെങ്കിലും വയ്യായികയുണ്ടാ? ആ, ചെറുതായിട്ട് തലവേദന ഉണ്ട്. അതാ, എന്താ അപ്പൊ ഇതൊരു പെട്ടെന്നൊരു തലവേദന? ഇനിയിപ്പോ വെള്ളമൊക്കെ മാറി കുടിച്ചിട്ട് പനി വരുന്ന ഒരുക്കാണാവോലെ. എന്നാ നിനക്ക് വെയ്യെങ്കിലേ പോയി കടന്നോ. ആ, ഇനി പച്ചവെള്ളമൊന്നും കുടിക്കാൻ നിൽക്കണ്ട കേട്ടാ. ചുടുവെള്ളം തന്നെ കുടിച്ചാൽ മതി. അടുപ്പത്ത് എപ്പോഴും ചുടുവെള്ളം ഉണ്ടാവും. ഉം. ഇനി 2 ദിവസം കുളിക്കുമ്പോഴേ തലയിൽ നനയ്ക്കണ്ട. ഒന്ന് മാറും വരെ. ലേ, എന്നാ പോയി കടന്നോ. നോക്കി നിന്നാ ഞാൻ പോട്ടേട്ടോളേ. പിന്നെ വരാ. ആ, പോവാണ്. പോയിട്ട് പണി ഉണ്ടാവുംല്ലേ? ആ, പണികളുണ്ടോന്ന് മറ്റേ. അല്ലാ, ഇഷ്ടംപോലെ പണികൾ കിടക്കണു. പിന്നെ വരാന്നാ. തലവേദന കുറവുണ്ടാ? ആ, കുഴപ്പമില്ല. എനിക്കൊന്നും വേണ്ട, കടന്നോ. ഗുളിക കഴിച്ചിട്ടുണ്ടല്ലോ, മാറോ നോക്കാം. കുറവില്ലെങ്കിലേ ആശുപത്രിക്ക് പോകാട്ടാ. ഹോസ്പിറ്റലിലേക്കൊന്നും പോണ്ടമ്മ. ഇപ്പൊ കുറച്ച് കുറവ് തോന്നുന്നുണ്ട്. വൈകുന്നേരത്തെ ഒരു ഗുളികയും കൂടി കഴിച്ചു നോക്കട്ടെ. ആ, എൻ്റെ ഫോൺ അടിക്കണ തോന്നുന്നു അല്ലേ. ചെക്കനായിരിക്കുവേ, സൽമാനേ. 2 ദിവസം കൂടുമ്പോൾ ഒന്ന് വിളിക്കുള്ളൂ. ഒന്ന് പോയി നോക്കി നോക്കട്ടെ ഏട്ടാ. നീ അവനെ പരിചയപ്പെട്ടിട്ടില്ലാലോ. നിനക്കിപ്പോ വയ്യല്ലോ വർത്താനം പറയാന്. ഇനി വിളിക്കുമ്പോ തരാട്ടാ. എന്താന്നും കാട്ടണ്? ആ, വാടി. പണികളൊക്കെ ഒരുങ്ങിയപ്പോ നിന്റെ ചെക്കൻ വിളിച്ചിട്ട് കൂട്ടം കൂടിയായിരുന്നേ. ആര്? ചെറുതായിരിക്കും അല്ലേ? ആ, എന്നാ വർത്താനം പറഞ്ഞോളി. എന്നെ കണ്ടിട്ട് കട്ടാക്കൊന്നും വേണ്ട. ഇല്ല, അവൻ വെച്ചേ. നീ ഇങ്ങോട്ട് ഇരിക്കി. അവൻ അങ്ങനെയൊക്കെ തന്നെ വർത്താനം പറയുള്ളൂ. 2 വർത്താനം പറഞ്ഞിട്ട് ചെക്കൻ കട്ടാക്കും. പിന്നെ വിളിക്കാ പറഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ തിരക്കുണ്ടാവുകയെ. ആ, ആകെ ഒരു ഏട്ടനുണ്ട് അവനക്ക്. അതിന്റെ കല്യാണത്തിന് കൂടാനും അവനക്ക് പറ്റിയില്ല അല്ലേ. അപ്പൊ അവനക്ക് ലീവ് ഒന്നും കിട്ടില്ലേന്നും. ലീവ് കിട്ടുക പറഞ്ഞ അവൻ ജോലിക്കല്ലല്ലോ പോയിക്കണ്, പഠിക്കാൻ പോയതല്ലേ. ഞാൻ പറയുകയൊക്കെ ചെയ്തതാണ്. ഇവന്റെ കല്യാണം ശരിയാവണോന്ന് കണ്ടപ്പോ ഒരാഴ്ച ലീവ് എടുത്തിട്ട് വായോന്ന്. പറ്റില്ല എന്ന് പറഞ്ഞ പിന്നെ ഞാൻ എന്താ കാട്ടുക. അവൻ പഠിക്കുക മാത്രല്ലല്ലോ, അതിന്റെ കൂടെ ജോലിയും ചെയ്യണ്ടേ. അവന്റെ വാപ്പാക്കൊന്നും തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല ഇത്രയും ദൂരം ഒന്നും പോയി പഠിക്കാനൊന്നും. പിന്നെ അവന്റെ ഒരേ വാശി കൊണ്ട് പോയതാണ്. പിന്നെ ഇവിടെ വലിയവനും പറഞ്ഞേ അവൻ പോയിക്കോട്ടെ, അവന്റെ ഒരു ആഗ്രഹമല്ലേന്ന്. അങ്ങനെ പിന്നെ സമ്മതിച്ചതാ. ഭേദണ്ടാ. ഞങ്ങള് സൽമാന്റെ കൂട്ടം കൂടിയായിരുന്നേ. അവനക്ക് കല്യാണത്തിനൊന്നും കൂടാൻ പറ്റിയില്ലല്ലോ പറഞ്ഞിട്ട്. ഇവളതിന് അവനെ കണ്ടിട്ടില്ലാലോ. അവൻ പോയി 1 മാസം കഴിഞ്ഞ പിന്നെയാണ് ഇവളിനെ കാണാൻ പോക്കും ഇതിന്റെ കല്യാണം ശരിയാവലൊക്കെ.
അല്ലെങ്കിൽ എവിടെ പെണ്ണ് കാണാൻ പോകുമ്പോഴും അവനും ഉണ്ടാവും കൂടെ. ഇതിനവന് കൂടാൻ യോഗമില്ല എന്ന് പറഞ്ഞാൽ മതിയല്ലോ. യുകെയിലാണ് അവനെ. പഠിക്കാൻ പോയിക്കാണ്. വിളിച്ചപ്പോ ചോദിച്ചു അവന് ഇത്താത എവിടെയെന്ന്. അവനും ഇവളൊക്കെ ഏകദേശം ഒരേ പ്രായമായിരിക്കുംലേന്നും. നീ ഇപ്പൊ ഡിഗ്രി കഴിഞ്ഞതല്ലേ? അവനും ഡിഗ്രി കഴിഞ്ഞിട്ടല്ലേ പോയി? ആ, അവനും ഇവളൊക്കെ ഏകദേശം ഒരേ പ്രായം തന്നെയായിരിക്കും. എന്നാലും സ്ഥാനം നോക്കുമ്പോ ഇത്താതാന്നൊക്കെ വിളിക്കണ്ടേ? ഏട്ടന്റെ ഭാര്യയല്ലേ? അവനും ഇവളിനെ കണ്ടിട്ടില്ല. ഇനി കല്യാണത്തിന്റെ ഫോട്ടോയും വീഡിയോ ഒക്കെ കിട്ടട്ടെ, എന്നിട്ട് അയച്ചു കൊടുക്ക. കടക്കാൻ വേണ്ടി പോവുകയായിരിക്കേ. തീരെ വയ്യ അതിന് പാവം. കൂട്ടം കേട്ടപ്പോ ആരാ നോക്കാൻ വേണ്ടി വന്നിക്കേ തോന്നണു. ഉം. എന്താ അത്? അവളുടെ മുഖത്തൊരു ഉഷാറില്ലാത്ത പോലെ. നേരത്തെ വന്നപ്പോൾ ഞാൻ ശ്രദ്ധിച്ചു. ഒരു സന്തോഷേ ഇല്ല മുഖത്ത്. അതിനത് വെയ്യാണ്ടിരിക്കല്ലേടി. അതുപോലെ വീട്ടുകാരനെ വിട്ടു നിൽക്കണതിന്റെ ഇടങ്ങാറും ഉണ്ടാവും. ഒക്കെ കൂടി ആലോചിച്ചിട്ടേ. പാവം. ആ, ഫൈസല് വന്നില്ലേ? ആ, നേരത്തെ വന്നാർന്നു. എന്നിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് ചായയും കുടിച്ചിട്ട് പോയാർന്നു. ചെക്കന്മാരുടെ കൂടെ പോയിക്കാ തോന്നണു. ചെക്കനക്കൊരു അന്തം പറതില്ലാന്ന്. കല്യാണം കഴിഞ്ഞ് 2 ദിവസം ആകുമ്പോഴേക്കും ഈ പെൺകുട്ടിനെ ഇവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് ചെക്കന്മാരുടെ കൂടെ കളിക്കാൻ നടക്കുക ചെയ്യുക. അതിൻ്റെ അടുത്ത് എന്തെങ്കിലും മിണ്ടിയും പറഞ്ഞുകൊണ്ടിരുന്നൂടെ അവനക്ക്? ഇതൊക്കെ ഒന്ന് കണ്ടറിഞ്ഞ് ചെയ്യണ്ടേ? ഇതൊക്കെ ഇപ്പൊ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? അതങ്ങനെ ഒരു സാധനം. ആ, കല്യാണം കഴിഞ്ഞൊന്നും പറഞ്ഞിട്ട് അവനക്ക് അവന്റെ ചങ്ങായിമാരെ പിണക്കാൻ പറ്റുമോന്നോ? അതൊക്കെ കുറച്ചാകുമ്പോ ശരിയാവും. നിങ്ങളൊന്ന് ബേജാറാവാണ്ടിരിക്കേ. ഞങ്ങള് സൽമാന്റെ ഓരോ കൂട്ടം കൂടിയായിരുന്നേ. യുകെയിലാണ് അവനെ. പഠിക്കാൻ പോയിക്കാണ്. അവൻ പഠിക്കുക മാത്രല്ലല്ലോ, അതിന്റെ കൂടെ ജോലിയും ചെയ്യണ്ടേ. അവനും പുള്ളിനെ കണ്ടിട്ടില്ല. ഇനി കല്യാണത്തിന്റെ ഫോട്ടോയും വീഡിയോ ഒക്കെ കിട്ടട്ടെ.